20 കോടിയുടെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ സമ്മാനത്തിന് അവകാശമുന്നയിച്ച് റിട്ടയേർഡ് ASI. പ്രമുഖ കമ്പനികളുടെ ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ തുടങ്ങിയവയുടെ സെയിൽസ് ആൻഡ് സർവീസിംഗ്, കൂടാതെ ആക്സസറീസും. 20 വർഷത്തെ സേവന പാരമ്പര്യം. ഗ്ലോബൽ കമ്പ്യൂട്ടേഴ്സ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പിറവം. പിറവം പാഴൂർ സ്വദേശിയായ റിട്ടയേർഡ് ASI KK സജിമോനാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ടിക്കറ്റ് നഷ്ടമായെന്ന് കാണിച്ച് ഇദ്ദേഹം പോലീസിനെയും കോടതിയെയും സമീപിച്ചിരിക്കുകയാണ്. ജനുവരി 24-ന് നറുക്കെടുത്ത XC 138-455 നമ്പർ ടിക്കറ്റിനാണ് സമ്മാനമടിച്ചത്. ഈ ടിക്കറ്റിനാണ് നിലവിൽ ഇദ്ദേഹം അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. എൻ്റെ പേര് സജിമോൻ KK, കോട്ടപ്പുറത്ത് ഹൗസ്, പാഴൂർ പിറവാണ്. ഞാൻ റിട്ടയർഡ് പോലീസുകാരനാണ്. ഡിസംബറിൽ ഞാൻ കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് എൻ്റെ വൈഫിൻ്റെ ബന്ധുവീട്ടിൽ പോയി തിരികെ വന്ന സമയമാണ് 2025-26 ക്രിസ്മസ് ബമ്പർ സമ്മാനാർഹമായ ഒന്നാം സമ്മാനാർഹമായ XC 138455 എന്ന നമ്പർ ടിക്കറ്റ് ഞാൻ വാങ്ങുന്നത്. ഈ ടിക്കറ്റ് ഞാൻ എൻ്റെ ട്രാവലറിൽ ശബരിമലയ്ക്ക് പോയ ആന്ധ്ര സ്വദേശികളായ അയ്യപ്പ ഭക്തർ മറന്നു വെച്ച അഭിഷേകം ചെയ്ത നെയ്യ് പാത്രം വീട്ടിൽ വയ്ക്കുകയും ആയതൊരു കിറ്റിൽ ആക്കി വെച്ചിരുന്നു. ഈ കിറ്റിൽ നറുക്കെടുപ്പിൻ്റെ 24/1/26 നറുക്കെടുപ്പ് ദിവസം, അതിൻ്റെ തലേ ദിവസം ഈ ടിക്കറ്റ് ഞാൻ സമ്മാന ലബ്ധിക്കായിട്ട് ഈ നെയ്പാത്രത്തിൻ്റെ അടിയിൽ സൂക്ഷിക്കുകയുമുണ്ടായി. എന്നാൽ നറുക്കെടുപ്പിൻ്റെ അന്ന് 3 മണി കഴിഞ്ഞപ്പോൾ ഓൺലൈനിൽ ടിക്കറ്റ് നമ്പർ പരിശോധിച്ചപ്പോൾ എൻ്റെ ടിക്കറ്റിന് സമ്മാനാർഹം ആയ കാര്യം എനിക്ക് അറിവുണ്ടായി. എന്നാൽ ഈ വിവരം ഞാൻ വൈകിട്ട് വീട്ടിൽ വന്ന് വൈഫിനോട് പറഞ്ഞു, നമ്മുടെ ടിക്കറ്റിന് ഒന്നാം സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്ന് പറയുകയും, എന്നാൽ ഈ ടിക്കറ്റ് എവിടെ വെച്ചിരുന്നെന്നുള്ള കാര്യം ഞാൻ മറന്നു പോവുകയുണ്ടായി. പരാതിക്കാരനായ സജിമോൻ പോലീസിൽ നിന്ന് പിരിഞ്ഞ ശേഷം ട്രാവലർ സർവീസ് നടത്തുകയാണ്. വണ്ടിയിൽ ശബരിമലയ്ക്ക് പോയ വിശാഖപട്ടണം സ്വദേശികളായ അയ്യപ്പന്മാർ നെയ്പാത്രം മറന്നു വെച്ചിരുന്നുവെന്നും താൻ വാങ്ങിയ ടിക്കറ്റ് ഈ നെയ്പാത്രത്തിനടിയിൽ സൂക്ഷിച്ചിരുന്നുവെന്നുമാണ് സജിമോൻ പറയുന്നത്. ഡിസംബർ 10-ാം തീയതി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആന്ധ്ര സ്വദേശികളായ അയ്യപ്പന്മാർ എൻ്റെ വാഹനത്തിൽ ശബരിമലയ്ക്ക് പോവുകയും, എന്നാൽ അവർ തിരിച്ചു വന്നപ്പോൾ അഭിഷേകം ചെയ്ത നെയ്യ് അടങ്ങിയ പാത്രം വണ്ടിയിൽ വെച്ച് മറന്നു പോവുകയുണ്ടായി. ആ നെയ്പാത്രം എൻ്റെ വീട്ടിൽ സൂക്ഷിക്കുകയുണ്ടായി. അവരുടെ നമ്പറിൽ വിളിച്ചപ്പോൾ ജനുവരി 14-ാം തീയതി മകരവിളക്കിന് അവരുടെ വീടിനടുത്തുനിന്നും സ്വാമിമാർ വരുന്നുണ്ടെന്നും അവർ നെയ്യ് വാങ്ങിച്ചുകൊണ്ട് പോകുമെന്നാണ് എന്നെ ആദ്യം അറിയിച്ചത്. എന്നാൽ അവരാരും വരികയോ വിളിക്കുകയോ ചെയ്തില്ല. തുടർന്ന് ഞാൻ ജനുവരി 24-ന് ശേഷം അവരെ ബന്ധപ്പെട്ട് അവരപ്പോൾ കൊറിയർ ചെയ്ത് അയക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ജനുവരി 30-ാം തീയതി ഞാൻ ആ നെയ്യ് അടങ്ങിയ പാത്രം ആ കിറ്റ് കൊറിയർ ചെയ്ത് അയക്കുന്നത്. ജനുവരി 30-ാം തീയതി. തുടർന്ന് 4 മണിക്ക് അവർക്ക് അവിടെ 4-ാം തീയതി അവർക്ക് അവിടെ കിട്ടുകയുണ്ടായി. ആ നെയ്പാത്രം അടങ്ങിയ കിറ്റ് അവർക്ക് ലഭിച്ചില്ല. പാത്രം മാത്രമാണ് അവർക്ക് ലഭിച്ചുള്ളൂ. പിറവം DTDC സ്ഥാപനം വഴിയാണ് ഈ കൊറിയർ അയച്ചത്. അവിടെ വെച്ചാണ് ലോട്ടറി നഷ്ടപ്പെടാൻ 100% സാധ്യത. ഈ കൊറിയർ ചെയ്ത സ്ഥാപനത്തിൽ വെച്ചാണ് ഈ കിറ്റ് നഷ്ടപ്പെട്ടുള്ളത്. കിറ്റിനകത്ത് ലോട്ടറി ടിക്കറ്റ് ഉണ്ടായിരുന്നു. അതിന് കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. സജിമോന്റെ പരാതിയെ തുടർന്ന് പിറവം പോലീസ് കൊറിയർ സ്ഥാപനത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറ പരിശോധിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട സജിമോൻ പിറവം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെയും സമീപിച്ചിരുന്നു. ഇതേ തുടർന്ന് നിരീക്ഷണ ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. 5-ാം തീയതി ഞാൻ പിറവം മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കാര്യത്തിന് കേസ് CMB ഫയൽ ചെയ്യുകയും ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ സ്ഥാപനത്തിൽ നിന്ന് CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പോലീസ് പിടിച്ചെടുക്കുകയും അത് കോടതിയിൽ ഹാജരാക്കുകയുണ്ടായി. തുടർന്ന് ഈ കാര്യത്തിന് ഹൈക്കോടതിയിലും ഞാൻ പെറ്റീഷൻ സമർപ്പിക്കുകയുണ്ടായി. ഈ കാര്യങ്ങളെല്ലാം ജനുവരി 5-ാം തീയതി സംസ്ഥാന ലോട്ടറി വകുപ്പിന് മെയിൽ അയക്കുകയും തുടർന്ന് അപേക്ഷ കൊറിയർ ചെയ്ത് അയക്കുകയുണ്ടായി.
അതിൻ്റെ അക്നോളജ്മെൻറ്റ് കാർഡ് എൻ്റെ കൈവശം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ലോട്ടറി വകുപ്പുമായി ബന്ധപ്പെട്ട് ടിക്കറ്റ് പരിശോധിക്കാനും തട്ടിപ്പ് കണ്ടെത്താനും നടപടി ആവശ്യപ്പെട്ട് സജിമോൻ ഹൈക്കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. അതേസമയം ബമ്പർ സമ്മാനം അടിച്ചയാൾ ടിക്കറ്റ് തിരുവനന്തപുരത്ത് ലോട്ടറി കാര്യാലയത്തിൽ ഹാജരാക്കിയതായി സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, പിറവം.